നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കൂടുതൽ സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് സങ്കടപ്പെടാറ്. ഞാനും വലിയ മാറ്റമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിനെ വീർപ്പിച്ച് വലുതാക്കി തലയിൽ കയറ്റി നടക്കുക എന്നുള്ളത്. എന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് മാറ്റം വരുത്താമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഒരിക്കലുമില്ല. ഇന്നത്തെ നമ്മുടെ ജേണലും ഇതിനെക്കുറിച്ചാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. ആദ്യത്തേത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ആദ്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എഴുതുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയത്. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. ഇനി ഈ ഓർഡറിൽ നോക്കാം. അപ്പോൾ തിങ്സ് യു ക്യാൻ കൺട്രോൾ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ റെസ്പോൺസസ്, നമ്മുടെ എഫേർട്സ്, നമ്മുടെ തീരുമാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. എന്നാൽ രണ്ടാമത്തേത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഓരെന്ത് വിചാരിക്കും, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കിയുള്ളതിന് അതിൻ്റെ പാട്ടിൽ വിടാം. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ നോക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഫ്രസ്ട്രേഷൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. പകരം നമ്മൾ നമ്മുടെ സെൽഫ് ഗ്രോത്ത്, നമ്മുടെ പീസ്, നമ്മുടെ സ്മോൾ വിക്ടറീസ്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്താൽ അത് വലിയ കണ്ടൻമെൻറ്റിലേക്ക് എത്തിക്കും. ഇന്ന് മുതൽ നമുക്ക് നോക്കാം. ഒരു ഡീപ്പ് ബ്രെത്ത്, ഒരു പോസിറ്റീവ് തോട്ട്, ഒരു കോൺഷ്യസ് ആക്ഷന്, ഇങ്ങനെയൊക്കെ തുടങ്ങും. നമ്മുടെ മൈൻഡിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവൻസിനെ വിട്ടിട്ട് മൈൻഡിനെ കാമാക്കി സ്വയം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുമ്പോൾ നമ്മുടെ ലൈഫിൽ ഗ്രാജ്വലി സെറേനിറ്റി വരും. അതുകൊണ്ട് നമുക്ക് ഓവർ തിങ്കിങ്ങിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സന്തോഷം, ക്ലാരിറ്റിയും ഒരു ഇൻറ്റേർണൽ ഫ്രീഡും ഒക്കെ കിട്ടും. ഇനി നെക്സ്റ്റ് ടൈം ജേർണൽ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ.